അപ്പോസ്തലനായ യൂദായേ. ഒരുക്കം 4-ാം ദിനം. യൂദായുടെ മനോഭാവ വിശുദ്ധി. മറിയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണല്ലോ: മലമ്പ്രദേശത്തുള്ള സഖറിയായുടെ ഭവനത്തിലേക്ക് അവൾ തിടുക്കത്തിൽ യാത്രയായി. അതായത്, ആവശ്യക്കാർ എവിടെയുണ്ടോ നിറവേറ്റാൻ തനിക്ക് കഴിയും വിധം അവൾ അവിടെ സന്നിഹിതയായിരിക്കും. കാനായിലെ കല്യാണ വിരുന്നിലും മറിച്ചല്ലല്ലോ നാം കാണുന്നത്. ഈശോയുടെ ആദ്യാത്ഭുതം പോലും ഒരു ആവശ്യം നിറവേറ്റുന്ന മറിയത്തിന്റെ തക്ക സമയത്തുള്ള ഇടപെടലുകളാണ്. കുട്ടികളുടെ അധ്യാപിക എന്ന നിലയ്ക്ക് ഈ പഠന കളരിയിൽ അഭ്യസിച്ച ഈശോയ്ക്കും യൂദായ്ക്കും ജെയിംസിനും ഈ ടീച്ചറുടെ മനോഭാവം നന്നെ ബോധിച്ചിരുന്നു. ആയതിനാൽ തന്നെ ഇവരിലും ഈ ഒരു വിശുദ്ധ ഗുണം തിളങ്ങി വിളങ്ങാൻ തുടങ്ങി. ഏതൊരവസരത്തിലും യൂദായുടെ പാപികളോടും അശരണരോടും അതിശയകരമായ കാരുണ്യവും സ്നേഹവും അങ്ങനെ വളർന്നു വന്നതാണ്. നമുക്കും അവനിൽ ആശ്രയിക്കുന്ന സകലർക്കും അങ്ങനെ തന്നെയേ കഴിയൂ. യൂദാപുരം ദേവാലയം പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഏവർക്കും അതിശയകരമാണ്. കഴിഞ്ഞ 2 വർഷത്തിനകം 50 ഭവനങ്ങൾ പണിയാനും പണിതത് പൂർത്തീകരിക്കാനും രോഗികളെ സഹായിക്കാനും സൽപ്രവൃത്തികൾ ചെയ്യാനും 2025 ഈശോയുടെ ജനനത്തിന്റെ മഹാജൂബിലി വർഷത്തിൽ ഭൂരഹിതരായവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കുന്നതിനും സൽപ്രവൃത്തികൾ അനേകം ചെയ്യുന്നതിനും സാധിച്ചു. നമ്മുടെ നേതാവിന്റെ ഗുണമാണ് തീർത്ഥാടകരായ ഓരോ വിശ്വാസികളിലൂടെയും ഇത് ചെയ്യാൻ കഴിയുന്നത്. നമുക്കിങ്ങനെയേ കഴിയൂ. കാരണം നമ്മുടെ നേതാവ് അപ്രകാരമുള്ളവനാണ്. നമുക്കത് സൽപ്രവൃത്തികളിലൂടെ തുടരാം. ഇനി നമ്മുടെ അടുത്ത തലമുറ ഇത് പഠിക്കട്ടെ.